എത്ര കൊടികെട്ടിയ പണ്ഡിതനാണെങ്കിലും ശരി, ഫണ്ഡിതനാണെങ്കിലും ശരി, ചെയ്യുന്നത് തെണ്ടിത്തരമാണെങ്കിൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യണം. നല്ലതാണെങ്കിൽ പിന്തുണയ്ക്കും, വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുകയും ചെയ്യും. രണ്ടിനും ഭയവുമില്ല, ആരോടും വിധേയത്വവുമില്ല. നമ്മുടെ സ്വാമി ബ്രഹ്മ, അപ്പം ഇദ്ദേഹം പല ആവർത്തി ഞാനും ഇദ്ദേഹവും തമ്മിൽ കോർത്തിട്ടുള്ളതാണ്. ഇന്ന് ഇദ്ദേഹം തുറന്നു പറയുന്ന ചില വസ്തുതകൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളോട് നിരക്കുന്നതായതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പറയുന്നത് ഒന്ന് കേൾക്കുക. അതായത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളുടെ ശത്രു. ഇസ്ലാമിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ പരസ്പരം തമ്മിലടിയ. ഇവരെ കണ്ടാൽ എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും മാർക്കറ്റുകളിലുമൊക്കെ, എന്തിനേറെ സിനിമാ തിയേറ്ററിനകത്ത് പോലും ഇവന്മാർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ ആളുകൾ ഓടി ജീവനും കൊണ്ട് പലായനം ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇവരുമായിട്ട് ഒട്ടി നിന്നപ്പോൾ ഇവരിൽപ്പെട്ട ചില ആളുകളുടെ യഥാർത്ഥ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്വാമി ചില സത്യങ്ങൾ നമ്മളോട് ജീവൻ പണയപ്പെടുത്തി വിളിച്ചു പറയുന്നുണ്ട്. ഒന്ന് കേൾക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ആരോടും എനിക്ക് സ്ഥായിയായിട്ടുള്ള ഒരു പിന്തുണയുമില്ല, ആരോടും സ്ഥായിയായിട്ടുള്ള വിമർശനങ്ങളുമില്ല. ആര് പറഞ്ഞാലും ആര് ചെയ്താലും വസ്തുതകളാണെങ്കിൽ, നമ്മൾ എടുക്കേണ്ടുന്ന സംഗതികളാണെങ്കിൽ എടുക്കും, തള്ളേണ്ടുന്ന സംഗതിയാണെങ്കിൽ തള്ളും, കൊള്ളേണ്ടുന്ന സംഗതിയാണെങ്കിൽ കൊള്ളും. ഇതാണ് നമ്മുടെ അജണ്ട. ആരോടിപ്പോ പിന്നെ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞാൽ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കും. ഇപ്പം പിന്നെ EP അബൂബക്കർ കാസിമി പറയുന്നത് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കും. ഇപ്പൊ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരെ നമ്മൾ ദേശീയ മുസ്ലിങ്ങൾ എന്നാ പറയുക. അതായത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒന്ന് കേൾപ്പിച്ചു തരാം. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ അങ്ങനെ കുറെ കാലം ഒരു വാക്കിന്റെ പുറകിൽ എത്തുപിടിയും കിട്ടാതെ ഞാൻ നടന്നിട്ടുണ്ട്. ആ വാക്ക് ഉസ്തു എന്നാണ്. ഉസ്തു അത് ഇവിടുത്തെ ഉസ്താദുമാരെ കളിയാക്കി വിളിക്കുന്ന പേരാണ്. പിന്നെ കുഞ്ഞാപ്പ, ഇഞ്ചി ഇങ്ങനെയുള്ള പേരുകൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടി, അധിക്ഷേപിക്കാൻ വേണ്ടിയും അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ചെറുത് മുറിയണ്ടി, അപ്പിക്കുപ്പായം, ചാക്ക് മൂടി, മദ്രസപ്പെട്ടമാർ, അങ്ങനെ നിരവധിയുണ്ട്. കൗരവന്മാർക്കെതിരെ യുദ്ധം ചെയ്യാറില്ല, പാണ്ഡവന്മാർക്കെതിരെ യുദ്ധം ചെയ്യാറില്ല. പക്ഷെ ഇവിടെ മേൽപ്പറഞ്ഞ അധിക്ഷേപ വചനങ്ങളെ, ആ വചനങ്ങളെ കൊണ്ട് ഒരേ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, മുസ്ലിം സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളാണ് ചേരി തിരിഞ്ഞുള്ള അടിപിടി കൂടുന്നത്. പ്രവാചകൻ മറമാടപ്പെടുന്ന സമയത്തിന് മുൻപ് തന്നെ, പ്രവാചകന്റെ മൃതശരീരം ഇവിടെ കിടക്കുമ്പോൾ തന്നെ വലിയ രൂപത്തില് രണ്ടായിട്ട് പിളർന്നു. അതിലൊന്ന് ഷിയ, പിന്നൊന്ന് സുന്നി. ആ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാം. 1500 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ സ്പർദ്ധ ഇന്നും അതേപോലെ നിലനിൽക്കുകയാണ് ലോകത്തിൽ. തുടർന്ന് കൃത്യമായിട്ടുള്ള ഇടവേളകളിലൂടെ ഈ ഇസ്ലാം നിരവധിയായിട്ട് പിളർന്ന് അവരവരുടെ തുരുത്തുകളിൽ നിന്ന് അടുത്തുള്ള തുരുത്തുകളിലേക്ക് കല്ലേറ് നടത്തുകയാണ് അധിക്ഷേപ വചനങ്ങളിലൂടെ. ആ ഒരു കാര്യത്തിൽ കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം പിളർപ്പുണ്ടായി കഴിഞ്ഞാലും അതിന്റെ അനുരണങ്ങൾ ആദ്യം വന്നെത്തുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ഗ്രൂപ്പുകൾ വെള്ളിലെണ്ണാവുന്ന അത്രയും ചെറുതൊന്നുമല്ല. ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് ഇവർ ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്നത്? എല്ലാവരും മുസ്ലിങ്ങളാണ് എന്നുറക്കെ ഉദ്ഘോഷിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം ഞങ്ങളാണ് ശരിയായിട്ടുള്ള മുസ്ലിം എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ബാക്കിയെല്ലാം ചുമ്മാ. ഏതൊരു അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട് പെൺകുട്ടിയുടെ, ബാക്കിയെല്ലാം ചുമ്മാ എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ള എല്ലാവരും കാഫറുകളാണ് എന്ന് പരസ്പരം പഴിചാരുന്നുണ്ട്. എല്ലാവരും ഒരേ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അള്ളാഹു. എല്ലാവരും ഒരേ പ്രവാചകനെ വിശ്വസിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ, അത് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ വേദഗ്രന്ഥത്തിൽ, കിതാബിൽ വിശ്വസിക്കുന്നു. പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർ വിഘടിച്ചു നിൽക്കുന്നത്? അതാണ് ചിന്താവിഷയം. മനസ്സിലായോ? ഇവര് മലർന്നു കിടന്നു തുപ്പുന്നതിനെതിരെയുള്ള ഊക്കാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരാകെ ഒരു ഖുർആന്, ഒരു ഹദീസ്, പരലോകം, വിചാരണ, സ്വർഗം, നരകം, പടച്ചോന്, നബി, ഖുർആൻ, ഇതൊക്കെ തന്നെയല്ലേ ഇവരുടെ അജണ്ട. പിന്നെ ഇവർ എന്തിന്റെ പേരിലാണ് പരസ്പരം ചെളിവാരിയേറി? ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗം പറയുന്നത് പിടിക്കുന്നില്ല. അങ്ങനെ വീഴ്ച നിൽക്കുന്നതിന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കനകം മൂലം, പിന്നെ കാമിനി മൂലം, വേറെ ഒന്നുമില്ല. സംസ്കൃതത്തിൽ ഇതിന് ഏഷണാത്രയം എന്ന് പറയും. വിത്തേഷണ, ലോകേഷണ, പുത്രേഷണ, അങ്ങനെ വരും. പുത്രൻ സ്വന്തം ബന്ധുക്കളോടുള്ള താല്പര്യം മാത്രം, പൈസയോടുള്ള താല്പര്യം മാത്രം, പേരും പെരുമയും അധികാരം അതിന്റെ താല്പര്യം മാത്രം, ഇങ്ങനെ പല രൂപത്തിലാണ് ഏഷണാത്രയം. 3 തരം ഏഷണകൾ. ഏഷണിയല്ല, ഏഷണ. കേരളത്തിലെ സമസ്തകൾ നമുക്കറിയാം, 2 സമസ്തകളുണ്ട്. അവർ അന്യോന്യം ചെളി വാരി എറിയുന്നുണ്ട്. എന്റെ സമസ്യയാണ് ശരി, അവന്റെ സമസ്യയല്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ രാഷ്ട്രീയ മുഖം ലീഗ്. ആധ്യാത്മികവും രാഷ്ട്രീയവും കൂടി കൂട്ടിക്കുറച്ചുള്ള ഒരു മുഖമാണ് പാണക്കാടിന്റെ. പിന്നെ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഇതിന് പുറമെ ഹാരിസ് മദനിക്കാണെങ്കിൽ നമ്മുടെ
ഈ മാന്യദേഹത്തെ കിട്ടിയാൽ പപ്പടം പൊടിക്കുന്നത് പോലെ പൊട്ടിക്കാനുള്ള കലിയ. കാരണം എന്താ? കേരളത്തിലെ ഇസ്ലാം മത ഖുറാഫി വിശ്വാസികളുടെ കാണപ്പെട്ട ദൈവമായിട്ടുള്ള പാണക്കാടനെയും കാണപ്പെട്ട തട്ടിപ്പു വീരനായിട്ടുള്ള നമ്മുടെ കാന്തപ്പനെയും പറഞ്ഞാൽ, മുടിയപ്പനെ പറഞ്ഞാൽ ഇവരാരെങ്കിലും ക്ഷമിക്കുമോ? മയിലപ്പനല്ലേ ഇവരുടെ വലിയ മൂത്തപ്പൻ. ആ അപ്പനെയാണ് നമ്മുടെ സ്വാമി ആദ്യം വലിച്ചു കീറിയത്. പിന്നെ സ്വാമി അവർക്ക് പിടിക്കോ? അദ്ദേഹം ഏതോ ഒരു സന്ദർഭത്തിൽ ഇവന്മാരുടെ ഇടയ്ക്ക് കിടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇതൊന്ന് തുറന്നു പറഞ്ഞു പോയതിന്റെ പേരിൽ ഹാരിസ് മദനി അടക്കമുള്ള, അലിയാർ കാസിമി അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്ന ഒരു കാലത്ത് ഇദ്ദേഹത്തെ വാനോളം പൊക്കി പറഞ്ഞവർ, പാടി പുകഴ്ത്തിയിരുന്ന ആളുകളാണ് പിന്നീട് ഇദ്ദേഹത്തെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞ് രംഗത്ത് വരുന്നത്. തമിഴ്നാട്ടിലേക്കും ഒരു അനവധി വേറെ വിഭാഗങ്ങളുണ്ട്. ഭാരതത്തിന്റെ സാഹചര്യത്തിൽ ഇവിടെ ശക്തമായിട്ടൊരു ഭരണഘടനയും വ്യവസ്ഥയും ഭരണനിർവഹണ രീതിയും നീതിന്യായ നടത്തിപ്പും കോടതിയും പോലീസും പട്ടാളം വരെ ഉള്ളത് കൊണ്ട് വാളെടുത്ത് അഥവാ ആയുധമെടുത്ത് തമ്മിൽ വെട്ടി വീഴ്ത്തുന്നില്ല ഇവന്മാർ. എന്നാൽ വാക്കുകളെ കൊണ്ട് അതിനേക്കാൾ വലിയ മുറിപ്പാടുകൾ ഇവർ അന്യോന്യം സമ്മാനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവഹേളനം ഏറ്റുവാങ്ങുന്ന, ഏറ്റവും കൂടുതൽ അറപ്പും വെറുപ്പും ഏറ്റുവാങ്ങുന്ന വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് മുസ്ലിങ്ങൾ. അതോടൊപ്പം ഭീതിയും ഏറ്റുവാങ്ങുന്ന ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് പല സിറ്റികളിലും അവർക്ക് വീട് കൊടുക്കുന്നില്ല വാടകയ്ക്ക് പോലും. ബാംഗ്ലൂരിലേക്ക് സ്ഥിതി അതാണ്, തമിഴ്നാട്ടിലെ അടുത്ത സ്ഥിതി അതാണ്. ഹിന്ദുക്കളിൽ ജാതികളുണ്ട്, പക്ഷെ അവർ തമ്മിൽ ജാതിയുടെ പേരും പറഞ്ഞ് കടിപിടി കൂടുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ഇദ്ദേഹം അഡ്രസ് ചെയ്തു പോകുന്നത്. മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോലും ആളുകൾ ഭയക്കുന്നു. എന്താ കാരണം? ഇവരുടെ പ്രവൃത്തി മൂലം തന്നെയാണ്. എയർപോർട്ടിൽ ഇറങ്ങിയാല്, ബസ്സിൽ കയറിയാല്, ട്രെയിനിൽ കയറിയാല്, ഇനിയിപ്പോ ഇവർ അയൽവാസിയായിട്ട് താമസിക്കാൻ വന്നാൽ പോലും ഇവർ ഈ വിശ്വാസക്കാരാണെങ്കിൽ ആളുകൾ ഭയക്കുന്നു. കുറച്ചു നാള് മുമ്പ് ഒരു 5-6 മാസമായിട്ടേ ഉണ്ടാകത്തുള്ളൂ, അസ്മ എന്ന് പറയുന്ന ഒരു 33-കാരി മരിച്ചിട്ട്, പ്രസവത്തോടനുബന്ധിച്ചിട്ടാണ് മരിച്ചത്. വാടകയ്ക്കാ താമസിച്ചത്. 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതില് അവര് ഗർഭിണിയായിരുന്നു. വണ്ടിയിൽ മൂത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി വരുമത്രേ, ആകെ മൂടിയിട്ട്. ഒരിക്കലും ഈ സ്ത്രീയെയോ ഈ സ്ത്രീയുടെ കുഞ്ഞുങ്ങളെയോ ആരും കണ്ടിട്ടില്ല. ഈ സ്കൂളിൽ വിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പോലും കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞു കെട്ടിയാണ് കൊണ്ടുവിടാറുള്ളത്. ഒരു ദിവസം അവർ ഇയാളെയും ഇയാളുടെ കുടുംബത്തെയും കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മരിച്ചതിന് ശേഷമാണ്. ആ പെണ്ണിന് അസുഖം കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല. 6 മാസം ഗർഭിണിയാണ്, കിടക്കയിലായി. അപ്പോഴും കളിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. കാരണം പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 3 കളികളെ കുറിച്ചിട്ടല്ലേ നമ്മുടെ ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കാറുള്ളത്. അതിലൊരു കളിയായിരുന്നു. അങ്ങനെ കളിച്ച് ആ കുട്ടിയുടെ, ആ സ്ത്രീയുടെ ഗുഹ്യഭാഗത്ത് മുഴുവനും വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അതിനകത്ത് നിന്ന് പുഴു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവന്റെയൊക്കെ ദയൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ കാര്യം? എന്താ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അടുത്ത് താമസിച്ചിരുന്ന അയൽക്കാരാണ് ആ സ്ത്രീയെ മരിച്ചിട്ട് ആ കുഞ്ഞിന് വെള്ളം പോലും കൊടുക്കാതെ അതിനെയും കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് ആ വാടക വീട്ടിൽ തന്നെ കുഴിച്ചിടാൻ ശ്രമിക്കുക. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ അവസ്ഥകൾ. ഇനിയും വേറെ ആരെങ്കിലും അടുത്ത് താമസിക്കാൻ വന്നാൽ, മുസ്ലിമാണ്, ഇങ്ങനെ ആകെ അപ്പിക്കുപ്പായത്തിനകത്തൊക്കെ ഇറങ്ങി നിൽക്കുവാണ്, അങ്ങനെയുള്ള ആളുകളാണ് താമസിക്കാൻ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഭയക്കുമോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ പേടിക്കും. അവരവരുടെ ചിന്തകളുണ്ട്, അവരുടെ പദ്ധതികളുണ്ട്, അവരുണ്ടായിരുന്ന ഗുരുക്കന്മാരുണ്ട്. ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവനെ, അതല്ലെങ്കിൽ ബ്രഹ്മശ്രീ അയ്യങ്കാളിയെ, അതല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ അന്യോന്യം ആരും ആദരിക്കാതിരുന്നിട്ടില്ല. NSSകാർ SNDPകാരെ അവഹേളിച്ചും സംസാരിച്ചിട്ടില്ല. അവരുടെ നിലപാടുകളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരന്യോന്യം ചെടി വാരി എറിയുന്നുമില്ല. അധിക്ഷേപ വചനങ്ങളെ കൊണ്ടുള്ള അസ്ത്രങ്ങൾ ഏത് മുറിവേൽപ്പിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ആദ്യത്തെ മുസ്ലിങ്ങൾ പരസ്പരം വെട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ഒക്കെ തന്നെയാണ് ചത്തത്. പ്രവാചകന്റെ അനുയായികളും മുഴുവനും കൊല്ലപ്പെടുകയാണ് ചെയ്തത്, അബൂബക്കർ ഒഴികെ. പ്രവാചകന്റെ പ്രിയപുത്രിയായിട്ടുള്ള ഫാത്തിമയുടെ വീടിന് തീ വെച്ചതാണ് ആളുകൾ. അതിനകത്ത് ഉമറിനും അബൂബക്കറിനും പങ്കുണ്ടെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ മുസ്ലിങ്ങൾ വിഘടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഭയാനകമായ രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തി കടിപിടി പോകുന്നു. പരസ്പരം അതിന്റെ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം കനകമാണ്, കാമിനിയാണ്.
അവരുടെ ജീവന പദ്ധതിയിൽ, പ്രത്യേകിച്ച് ആചാര്യ സ്ഥാനത്തും നേതൃസ്ഥാനത്തും നിൽക്കുന്നവരുടെ ജീവന പദ്ധതിയിൽ അള്ളാഹുവിന്റെ സ്ഥാനം, പ്രവാചകന്റെ സ്ഥാനം, അവരുടെ കിതാബിന്റെ സ്ഥാനം കനകവും കാമിനിയും കഴിഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിം സമൂഹത്തിലേക്ക് അവരുമായിട്ട് വളരെയധികം ചേർന്ന് നിന്നതിന് ശേഷമാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അവരോടൊപ്പം ഒത്തുചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായ ചില യാഥാർത്ഥ്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് വസ്തുതകളുണ്ട്. അവരുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, എന്നെ ഇവന്മാര് സഹായിച്ചത് ഇസ്ലാമിലേക്ക് എന്നെ കൊണ്ടുപോകാം എന്ന് കരുതിയാണെന്ന്. കടന്നെത്തി നോക്കിയപ്പോഴാണ്, ഒരു വിഹത വീക്ഷണം നടത്തിയപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വെളിപാടായത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെറുപ്പോടുകൂടിയും മറപ്പോടുകൂടിയും ഭീതിയോടുകൂടിയും നോക്കിക്കാണുന്ന ഈ മതത്തിന്റെ ആളുകളെയാണ്, മുസ്ലിങ്ങളെയാണ്. അതിന് കാരണം അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. മതം പൊട്ടിത്തെറിച്ച് മതം പൂണ്ട് നിൽക്കുന്ന ഈ ആളുകൾക്ക്